കെ.എം. മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തുടർവാദം വേണ്ടെന്ന് വിജിലൻസ് കോടതിയിൽ. തീരുമാനമെടുക്കാൻ കേസ് മാർച്ച് 5 മാറ്റി. സർക്കാർ എന്തിനാണ് ഭയക്കുന്നതെന്ന് വി.എസിന്റെ അഭിഭാഷകൻ ചോദിച്ചു. ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് എഡിജിപിയാക്കിയത് മാണിയെ രക്ഷിക്കാനെന്ന് ലോയേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. കെ.എം. മാണിയെ കുറ്റവിമുക്തനാക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ തുടർവാദം വേണ്ടെന്ന നിലപാടാണ് വിജിലൻസ് കോടതിയിൽ സ്വീകരിച്ചത്. തുടരന്വേഷണ റിപ്പോർട്ടിൽ കോടതിക്ക് തീരുമാനമെടുക്കാം. തുടർവാദത്തെ ഭയപ്പെടുന്നത് എന്തിനാണെന്ന മറുചോദ്യം വി.എസിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അഴിമതി സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്. സത്യം പുറത്തുവരുന്നതിനെ വിജിലൻസ് ഭയക്കുന്നു. തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പൊളിറ്റീഷ്യൻസ് പബ്ലിക് മെൻ ചെയ്യുന്ന കറപ്ഷൻ ഒരു ഒഫൻസ് അഗൈൻസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളിന് വന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയെല്ലാം ഇംപ്ലീറ്റ്മെന്റ് അനുവദിച്ചത്. 3 DGPമാർ ഉണ്ടായിരിക്കെ ADGP റാങ്കിലുള്ള ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിയോഗിച്ചത് സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ട് നൽകാനാണെന്ന് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. കേസിൽ വാദം കേൾക്കണമോ എന്നത് മാർച്ച് 5 കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരായ കേസ് പിൻവലിക്കാനുള്ള നീക്കം പൊളിഞ്ഞു. കേസ് എഴുതിത്തള്ളണമെന്ന തീരുമാനം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടണമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. അടൂർ പ്രകാശ് ഭക്ഷ്യമന്ത്രിയായിരുന്ന 2004-2005 കാലഘട്ടത്തിൽ റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോട ചോദിച്ചുവെന്നാണ് കേസ്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാവായിരുന്ന NK അബ്ദുറഹ്മാനോടാണ് മന്ത്രി അടൂർ പ്രകാശ് കോട ചോദിച്ചത്. മുക്കം ഓമശ്ശേരിയിൽ റേഷൻ ഡിപ്പോ തുടങ്ങാനായി 2005 ഡിസംബർ 3 തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ചും ഡിസംബർ 5 കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ചുമാണ് അടൂർ പ്രകാശ് കോഴ ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PC സജിത്രൻ എന്നയാൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സ്വകാര്യ അന്യായം സമർപ്പിച്ചതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് 2011 ഫെബ്രുവരിയിൽ കോടതിയിൽ കുറ്റപത്രം നൽകി. ഈ ഘട്ടത്തിൽ പരാതിക്കാരൻ മൊഴിമാറ്റിയെന്നും അതിനാൽ തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചു. തുടരന്വേഷണ ഘട്ടത്തിലും പരാതിക്കാരായ അബ്ദുറഹ്മാനും സജിത്രനും മൊഴിമാറ്റി. ഇതേ തുടർന്നാണ് മന്ത്രിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടണമെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്. ഇതോടെ റേഷൻ ഡിപ്പോ കോഴക്കേസ് എഴുതിത്തള്ളി അടൂർ പ്രകാശിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. കേരളത്തിനെതിരെ BJP ദേശീയ ഘടകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവറെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതി നൽകിയത്. കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. നിലവിൽ കേരളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ഇത് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവറെ കേരളത്തിൽ നിയോഗിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ അക്രമം നടക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ടെന്നും BJP ആരോപിക്കുന്നു. അതിനാൽ കേന്ദ്രസേനയെ നിയോഗിക്കണം. പശ്ചിമബംഗാളിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി ദില്ലിയിൽ തിരിച്ചെത്തിയ കമ്മീഷൻ ഇപ്പോൾ വോട്ടെടുപ്പ് തീയതി നിശ്ചയിക്കേണ്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചോദ്യോത്തരവേളയിലുടനീളം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 66 കർഷകർ ആത്മഹത്യ ചെയ്തതായി മന്ത്രി KP മോഹനൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കാർഷിക വായ്പയിന്മേലുള്ള റവന്യൂ റിക്കവറി നടപടിക്ക് ജൂൺ 30 വരെ മൊറട്ടോറിയം അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. സഹായങ്ങൾ ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള പരാമർശത്തിൽ മന്ത്രി KC ജോസഫ് നിരുപാധികം മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിയ പിഴവാണെന്നും തെറ്റ് മനസ്സിലാക്കിയ ഉടൻ പോസ്റ്റ് പിൻവലിച്ചുവെന്നും സത്യവാങ്മൂലത്തിലൂടെ KC ജോസഫ് അറിയിച്ചു. നിയമസഭയുള്ളതിനാൽ നേരിട്ട് ഹാജരാനാവില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന മന്ത്രിയുടെ പരാമർശമാണ് ക്രിമിനൽ കോടതി ലക്ഷ്യമായി കോടതി കണ്ടെത്തിയത്. കുറ്റപത്രം നൽകുന്നതിന് മന്ത്രിയോട് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു.
കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ BJP പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ CPIM-ന് ബന്ധമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കോടിയേരി പറഞ്ഞു. അത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു സംഭവം അതിനകത്തില്ല. ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചൊക്കെ മനസ്സിലായത് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കമാണ് ഇങ്ങനൊരു നിലയിലേക്ക് ചെന്നെത്തിയിട്ടുള്ളത്. CPM-ന് ആ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാപ്പിനിശ്ശേരിയിലെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ CPIM-ന് പങ്കില്ലെന്നും MV ജയരാജനും പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട RSS നടത്തുന്നത് കള്ളപ്രചാരണമാണെന്നും സംഭവം പെൺകുട്ടിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്നാണെന്നും ജയരാജനും പറഞ്ഞു. രാഷ്ട്രീയമായ ഒരു കൊലപാതകമല്ല, ഒരു പെൺകുട്ടിയെ അപമാനിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരണം സംഭവിച്ചത്. ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷണം സത്യസന്ധമായി നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിക്കും. നിലവിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളിൽ യോഗം വിലയിരുത്തും. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും ചേരുന്നുണ്ട്. വർഗീയ രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ദില്ലിയിൽ ആരംഭിക്കുന്നത്. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയോടെ RSS-ഉം BJP-യും CPM-നെ ലക്ഷ്യം വെച്ചുള്ള വേട്ടയാടലുകളും നടത്തുന്നു. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പരിശോധിക്കും. കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പ്രചാരണ തന്ത്രങ്ങളും പ്രാഥമികമായി ചർച്ചയാവുന്നുണ്ട്. JNU യൂണിവേഴ്സിറ്റിയിൽ ഇടത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന അക്രമങ്ങൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ദളിത് വിദ്യാർത്ഥി രോഹിത് വിമലയുടെ ആത്മഹത്യ തുടങ്ങിയവയ്ക്കെതിരെ പോളിറ്റ് ബ്യൂറോയും നാളെയും മറ്റന്നാളും നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും പ്രതിഷേധം വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാഞ്ഞങ്ങാട് അജാനൂർ തീരദേശ മേഖലയിൽ സംഘർഷത്തിന് അയവ് വന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം CPIM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 പേർക്ക് വെട്ടേൽക്കുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തിരുന്നു. CPIM പ്രവർത്തകരെ BJP-ക്കാർ പ്രകോപനമൊന്നുമില്ലാതെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കാഞ്ഞങ്ങാട് അജാനൂർ തീരപ്രദേശത്ത് വീണ്ടും സംഘർഷമുണ്ടായത്. CPIM പ്രവർത്തകൻ ഇട്ടമ്മൽ സ്വദേശി ബിജീഷിന് BJP പ്രവർത്തകരുടെ വെട്ടേറ്റതിനെ തുടർന്നാണ് സംഘർഷത്തിന് തുടക്കം. കൂടെയുണ്ടായിരുന്ന കൃപേഷ്, മിഥുൻ എന്നിവർക്കും പരിക്കേറ്റു. മറ്റൊരു CPIM പ്രവർത്തകൻ കൊളവയലിലെ ഷൈജുവിനെ കുത്തുകയും കല്ലുവലിച്ചിട്ട് കാൽമുട്ട് തകർക്കുകയും ചെയ്തു. CPIM പ്രവർത്തകൻ സജിത്തിനെയും ആക്രമിച്ചു. പോലീസ് എത്തിയാണ് ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. BJP പ്രവർത്തകരായ പൊയ്യക്കരയിലെ കരുണാകരൻ, സുകുമാരൻ എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. BJP ബോധപൂർവം നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായാണ് ഈ മേഖല വീണ്ടും സംഘർഷത്തിലായതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ആരോപിച്ചു. താമസിക്കാൻ കഴിയാത്ത നിലയിൽ വീടുകളകത്ത് കയറി പൂർണ്ണമായും തകർത്ത നിലയാണ് പൊയ്യക്കരയിലുള്ളത്. പൊതുവിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് വളരെ ബോധപൂർവമാണ് BJP-യും RSS-ഉം കുഴപ്പങ്ങളുണ്ടാക്കാൻ മുന്നോട്ട് വന്നത്. യാതൊരു പ്രകോപനമില്ലാതെയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിനെതിരായി ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കുറ്റവാളികളെ പിടികൂടുന്നതിന് വേണ്ടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് അടിയന്തരമായി ഇടപെടണമെന്ന് CPM അഭ്യർത്ഥിച്ചിട്ടുണ്ട്. CPIM അനുഭാവികളായ ചിത്താരിക്കടപ്പുറത്തെ കുഞ്ഞിക്കണ്ണന്റെ വീട് പൂർണ്ണമായും തകർത്തു. ടിവിയും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. മാണിക്യം, രവീന്ദ്രൻ, രാഘവൻ, സരോജിനി, നാരായണി തുടങ്ങിയ CPIM അനുഭാവികളുടെയും ശ്രീധരൻ, സുകുമാരൻ എന്നീ BJP പ്രവർത്തകരുടെ വീടുകൾക്കു നേരെയും ആക്രമണം നടന്നു. പോലീസ് എത്തി ഗ്രനേഡ് പ്രയോഗിച്ചതോടെയാണ് സംഘർഷത്തിൽ അയവുണ്ടായത്. സ്ഥലത്ത് ശക്തമായ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ CPIM BJP പ്രവർത്തകരെ കാഞ്ഞങ്ങാട്, പരിയാരം, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ വളപ്പിൽ തെങ്ങിൽ കയറി തെങ്ങുകയറ്റ തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണി. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് തെങ്ങുകയറ്റ തൊഴിലാളി സുധീർ ഭീഷണി മുഴക്കിയത്. വിദഗ്ധ തൊഴിലാളിയായി പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഇയാൾ താഴെയിറങ്ങി. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കൊടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. ഈ മാസം 23-ാം തീയതിയാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. വിശ്വമോഹിനി ജഗദംബികേ ദേവി ആറ്റുകാൽ
ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിനാണ് കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെ തുടക്കമായത്. കൊടുങ്ങല്ലൂർ ദേവിയെ ആവാഹിച്ചുകൊണ്ടുവന്ന് ഈ 10 ദിവസവും കുടിയിരുത്തുന്നതായാണ് സങ്കല്പം. കൊടുങ്ങല്ലൂർ അമ്മയുടെ എഴുന്നള്ളത്ത് മുതൽ പാണ്ഡ്യരാജാവിന്റെ വധം വരെയുള്ള ഭാഗങ്ങളാണ് പൊങ്കാലയ്ക്ക് മുൻപുള്ള 9 ദിവസങ്ങളിലായി പാടിത്തീർക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ദിവസത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ മാസം 23-ന് രാവിലെ 10 മണിക്ക് ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ തീകത്തുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുക. ഉച്ചയ്ക്ക് 1:30-നാണ് പൊങ്കാല നിവേദ്യം. ശേഷം പ്രധാന നേർച്ചകളായ കുത്തിയോട്ടവും താലപ്പൊലിയും നടക്കും. അന്ന് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും അത് കഴിഞ്ഞ് 24-ന് രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടിയുമാണ് പൊങ്കാല മഹോത്സവം സമാപിക്കുക. ഉത്സവത്തിനും പൊങ്കാലയോടും അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസരത്തും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെക്കേ ഇന്ത്യയിലെ പ്രധാന ലൈഫ് സ്റ്റൈൽ മാഗസിനായ റിറ്റ്സിന്റെ കേരള പതിപ്പ് പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ പ്രകാശനം നിർവഹിച്ചു. വിഗാർഡ് MD മിഥുൻ ചിറ്റിലപ്പള്ളി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. നടി മഞ്ജു വാര്യർ, ഷീമാട്ടി ഉടമ ബീന കണ്ണൻ, റിറ്റ്സ് എഡിറ്ററും പബ്ലിഷറുമായ അരുണ R കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ബോബി ചെമ്മണ്ണൂർ നിധി ലിമിറ്റഡിന്റെ ആദ്യ ശാഖ കുന്നംകുളത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ മറ്റു സ്ഥാപനങ്ങളിലേതുപോലെ ലാഭത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ അധ്യക്ഷ പ്രസംഗത്തിൽ അറിയിച്ചു. ICLന്റെ ആലപ്പുഴ ബ്രാഞ്ച് ഉദ്ഘാടനം സിനിമാ താരം മുകേഷ് നിർവഹിച്ചു. ICL MDയും CEOയുമായ KG അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു.